but the sunlight hits in so many ways. Grab my shades and hit the streets. No ഗൈസ്, ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റ ഒരേ കോലത്തിലുള്ളത്. ഓക്കെ, ഇന്ന് വീഡിയോൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊരു എക്സാക്റ്റ് ഒരു 7-8 മാസമായിട്ട് വീഡിയോസ് ചെയ്യാറില്ല. അതിൻ്റെ കാരണം പറയാനാണ്. ആരും എന്താ വീഡിയോ ഇടാത്തതെന്ന് എനിക്ക് പരിചയമുള്ള ആൾക്കാർ ചോദിച്ചിട്ടുള്ളൂ. യൂട്യൂബിലൊന്നും ആരും ചോദിക്കുന്നൊന്നും കണ്ടില്ല. ആകെ ഒരു 10-16,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ തന്നെ ഡെയിലി കാണുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതും എൻ്റെ പരിചയക്കാരൊക്കെ ഉള്ളൂ. സോ അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഇരിക്കും. എന്തെങ്കിലും ഇതൊക്കെ ക്ലിക്കായാലോ എന്നുള്ളൊരു ഇതിൽ. ഓക്കെ, എനിവേ എന്താണെന്ന് വെച്ചാൽ വിഷ്ണു ചേട്ടൻ കൊട്ടിയൂർ പഞ്ചായത്തിലായിട്ട് പുള്ളി അവിടെ നിന്ന് ഇരിട്ടി പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാറി. അപ്പം അങ്ങനെ ഭയങ്കര ബിസി ഷെഡ്യൂളായി. രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു. അപ്പം കുറച്ച് ലോങ് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പം അതിൻ്റെ ടയർഡ്നെസ്. പിന്നെ നമ്മളങ്ങനെ പുറത്തോട്ടേക്ക് അങ്ങനെ പോയാൽ തന്നെ എൻ്റെ ഫോണിന് പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാറില്ല. വിഷ്ണു ചേട്ടൻ്റെ ഫോണാണെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് പുതിയ ഫോണാണ്. എനിക്ക് ആശിച്ച് തന്ന വാങ്ങിത്തന്ന ഫോണാണ്. സോ ഹാപ്പി ഫോർ ദാറ്റ്. അതിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം എൻ്റെ വിശേഷം വേറെ പറയുകയാണെങ്കിൽ, ഞാൻ B.Ed കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആർലം ഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് HST ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപികയായിട്ട് ജോയിൻ ചെയ്തു. അതിൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഇതിപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പം ഡെയിലി വേജ് ആയതുകൊണ്ട് പുതിയൊരു സ്കൂളിലേക്ക് ഞാൻ നോക്കണം. അതിനുവേണ്ടി ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കമ്മ്യൂണിക്കോർ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. കമ്മ്യൂണിക്കോർ, അതായത് കുടുംബശ്രീൻ്റെ കീഴിലുള്ള ഒരു സ്കീമാണ്. അതിൽ നമ്മളുടെ ആറളം പുനരധിവാസ മേഖലയിലെ കുട്ടികൾക്ക് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു ക്യാമ്പ്, ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ക്യാമ്പ് എടുത്തിട്ട് അത് അവർക്ക് ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട്, അങ്ങനെ ഒരു ഫുള്ളി കുട്ടികളെ ലേണർ സെൻറ്റേർഡ് ആയിട്ട് കുട്ടികളെ എൻഗേജ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രഡീഷണൽ ക്ലാസ് റൂം ടീച്ചിങ്ങിൽ നിന്നും ബിയോണ്ട് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടുള്ള ഒരു ഫുള്ളി എൻഗേജിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെയുള്ളൊരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതിൽ നമ്മൾ കണ്ണൂർ ജില്ലയിലെ ആറളമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഘട്ടത്തിൽ. അപ്പോൾ അതിൽ ഞാനൊരു RP ആണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ട്രെയിനിങ് എറണാകുളത്ത് നിന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഈ വരുന്ന ഒരു ജാനുവരി വരെ നമുക്ക് ക്ലാസ്സുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ ഭയങ്കര തിരക്കിലാണ് എൻ്റെ പ്രിപ്പറേഷൻ. അതിൻ്റെ ക്ലാസ് ഇപ്പോൾ റെസിഡൻഷ്യൽ ക്യാമ്പായിരിക്കും. അപ്പം 3 ദിവസം റെസിഡൻഷ്യൽ ക്യാമ്പ് ഈ ഒരു വെക്കേഷൻ സമയത്തൊക്കെ ഉണ്ടാവും. സോ ഇതിൻ്റെയൊക്കെ ആകെ ഒരു തിരക്കിലാണ്. ഇപ്പം മീൻകാരൻ വരും, മീൻ വാങ്ങണം. ഇന്ന് വീട്ടിൽ പണിക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എന്താ പറയുക, കൊടുക്കാൻ വേണ്ടി മീൻകാരൻ വരുന്നുണ്ടെന്ന്. ഓക്കെ, ബാക്കി വിശേഷം പറയാം. എന്നല്ലേ ഈ കേരളയില കേതനെയാ ₹50 കടം രാവിലെ തന്നെ. ഫാം സ്കൂളിൽ ആറളം. ഫാം സ്കൂളിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ നോക്കാം. 6 മാസം വരെ ശരിയായിട്ടില്ലല്ലോ. 6 മാസം വരെ. എന്നാൽ ശരി കേട്ടോ. ഫിഷ് 2 മീൻ വാങ്ങി 150 രൂപ, 50 രൂപ കടം. ഓക്കെ, പക്ഷേ എല്ലാവരും നിങ്ങളിതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ? മീൻ വാങ്ങുന്നു, കടം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം കൊടുക്കുന്നു. എൻ്റെ ചെറുപ്പത്തിലേക്ക് എൻ്റെ എത്രയോ ചെറിയ കുഞ്ഞായി ഓടിപ്പോയി മീൻ വാങ്ങുന്ന കാലം മുതൽ എനിക്ക് പരിചയമുള്ളതാണ് ഈ ചേട്ടന്. അപ്പം ഇപ്പം നോക്കും എത്ര വർഷമായി. ഓക്കെ, ബൈ ദ വേ
ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി കോറിൻ്റെ RPI വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ തിരക്കുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. പിന്നെ അങ്ങനെ അത്രമാത്രം വലിയ കണ്ടൻസ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. കിട്ടിയത് തന്നെ ഇൻസ്റ്റയിൽ എന്തെങ്കിലും ഒന്നും ഇടും എന്നല്ലാതെ, അതും വിഷ്ണു ചേട്ടനാണ് ഇടുക. ഞാൻ എൻ്റെ ഇൻസ്റ്റ എനിക്ക് കുറച്ച് പേഴ്സണൽ അങ്ങനെ ആക്കി വെക്കാനായിരുന്നു. പിന്നെ സ്കൂളിൻ്റെ ഇൻസ്റ്റ വീഡിയോസ് ഒന്ന് പ്രൊമോട്ട് ചെയ്യേണ്ടതുകൊണ്ട് പബ്ലിക്കാക്കിയിരുന്നേ ഉള്ളൂ. എനിവേ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ആശേച്ചിൻ്റെ ഒക്കെ റബ്ബർ തോട്ടത്തിലാണ്. ഇതിനിടയിലൂടെ ഇടവഴിയിലൂടെയാണ് ഞാനിങ്ങനെ പോകുന്നത്. നല്ല രസമില്ലേ? നല്ലൊരു രസമുള്ള കാഴ്ച. പിന്നെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും പണിയുണ്ട്. അമ്മയൊക്കെ പണിക്ക് പോയിട്ടാണല്ലേ. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനും ഞാനേ ഉള്ളൂ. അച്ഛമ്മ അമ്പലത്തിൽ പോയി പറശ്ശിനിക്കടവിൽ. അപ്പോൾ അച്ഛമ്മേനെ കൊണ്ടുവിടാൻ പോയതാണ് ഞാൻ ആക്ച്വലി. സോ പോയിട്ട് കറി വെക്കണം. എനിക്ക് കറി അല്ലെങ്കിൽ പൊരിക്കണം. പിന്നെ ഇന്നലെ രാത്രി വിഷ്ണു ചേട്ടൻ്റെ പപ്പ ഒരു ചക്ക തന്നു വിട്ടിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്നലെ രാത്രി 10:30 ഉണ്ടാക്കി കഴിഞ്ഞത്. അപ്പോൾ അതവിടെ ഉണ്ട്. ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആക്ച്വലി ഐ ഡോണ്ട് ഹാവ് എനിത്തിങ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോൺ ആയ സ്ഥിതിക്ക് ഇനി ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ.